ഹായ് കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണണേ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുറേ ദിവസമായി ഞാനിങ്ങനെ വീഡിയോ ഇടാത്തത്. കുറച്ച് ദിവസമായി. സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പലയിടങ്ങളിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇടിയും കാറ്റും മഴയൊക്കെ ആയിട്ട് 2-3 ദിവസം കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആകെ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ വിഷുവായി, എല്ലാവരും വിഷു തിരക്കിലായിരിക്കും അല്ലേ? പടക്കമൊക്കെ മേടിച്ച് വിഷു കൈനീട്ടമൊക്കെ കിട്ടാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും എല്ലാവരും. വിഷുക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? എങ്ങനെയാണ് നിങ്ങളൊക്കെ വിഷു ആഘോഷിക്കുക? ഈ വിഷു നമുക്ക് ഇപ്രാവശ്യം വിഷു അങ്ങനെ ഇല്ല. നമ്മളുടെ ബന്ധത്തിലുള്ള അമ്മമ്മയുടെ അനിയത്തി മരിച്ചതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വിഷു കണിയൊന്നുമില്ല. കണിയൊക്കെ പടക്കം പൊട്ടിക്കലും ഇല്ല. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും നമ്മൾ ഭയങ്കര ഭംഗിയായി കണിയൊരുക്കി പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര ആഘോഷമാക്കാറുണ്ട്. ഇപ്രാവശ്യം അതുകൊണ്ട് പടക്കം പൊട്ടിക്കലും കണിയൊരുക്കലൊന്നും നമുക്ക് ഇപ്രാവശ്യം വിഷുവിനില്ല. അടുത്ത വർഷം ദൈവം സഹായിച്ച് നല്ലതായി വരുമെങ്കിൽ അടുത്ത വർഷം നമുക്ക് വിഷു ആഘോഷിക്കാം അല്ലേ? പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മൾ. പിന്നെ കഴിഞ്ഞ ദിവസം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെങ്ങളും മക്കളൊക്കെ ഉണ്ടായി 2-3 ദിവസം അടിച്ച് പൊളിച്ച് നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും പോയപ്പോൾ ഭയങ്കര ഒരു ശൂന്യത. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ എന്ത് രസമാണ്. ഇവരൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്. 2-3 ദിവസം പോയത് അറിഞ്ഞേയില്ല. കുട്ടികളൊക്കെ കൂടി കളിച്ചും ലുഡോ കളിച്ചും അങ്ങനെ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഫുഡൊക്കെ ആക്കി കഴിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ വീഡിയോസും കൂടി എല്ലാവരും കാണണം. നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ ചെറിയൊരു വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ സന്തോഷം അതാണ്. നിങ്ങളോട് കൂടി പങ്കുവെക്കുമ്പോഴാണ് എനിക്കൊക്കെ കൂടുതൽ ഞാൻ ഹാപ്പി ആകുന്നത്. പിന്നെ ചില സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാത്തത്. എല്ലാ ദിവസവും വീഡിയോ ഇടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ചില സമയത്ത് എനിക്ക് ഇടാൻ പറ്റാറില്ല. അങ്ങനെ വിഷുവൊക്കെ എത്തി. നമുക്ക് ഉണ്ണിക്കണ്ണനെയൊക്കെ വെച്ച് എല്ലാവരും നല്ല വൃത്തിയിൽ നല്ല ഭക്തിയോടെ കൂടി എല്ലാവരും വിഷുക്കണി ഒരുക്കുക. ഈ വർഷം വളരെ ഐശ്വര്യത്തോടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷു വിശേഷങ്ങളും നിങ്ങളുടെ വിഷു കൈനീട്ടങ്ങളും എത്രയൊക്കെ കിട്ടിയൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ തന്നെ അറിയിക്കണേ. വിഷു ആയില്ല, നാളെ കഴിഞ്ഞാണ് വിഷു. എന്നാലും ഞാൻ പറയാം, വിഷു വിശേഷങ്ങളൊക്കെ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിഷു ആഘോഷിച്ചതെന്നും വിഷുക്കോടി കിട്ടിയതും വിഷു കൈനീട്ടം കിട്ടിയതും ഒക്കെ പറഞ്ഞു. പിന്നെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് കുട്ടികളൊക്കെ കൂടി ബന്ധുവീട്ടിലൊക്കെ എല്ലാവർക്കും പോകാനൊക്കെ നല്ല സൗകര്യമല്ലേ? സ്കൂൾ ഒക്കെ അടച്ച സമയത്ത് എല്ലാവരും പല വഴിക്കായിരിക്കും. എന്തായാലും എല്ലാവർക്കും അഡ്വാൻസായിട്ട് എൻ്റെ ഹാപ്പി വിഷു. നമുക്കൊരു കണ്ണൻ്റെ 2 വരി പാട്ട് ഞാൻ പാടാം കേട്ടോ. തുളസി കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസി കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ഈ പാട്ട് മുഴുവനായി പാടണമെന്നുണ്ട്. എല്ലാം ഫുള്ള് പാടിക്കഴിഞ്ഞാൽ ടൈം ഒരുപാടാവും. അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു ദിവസം കുറച്ചായിട്ട് നിങ്ങൾക്ക് പാടിത്തരാം കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞങ്ങളെ പെങ്ങളും മക്കളും ഒക്കെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആക്കുന്നുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയപ്പോൾ വെറുതെ ഒന്ന് ചീട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളെല്ലാം കൂടും നമ്മൾ കളിക്കാറുണ്ട് കേട്ടോ. ഇത് അച്ഛനും കൂടും നമ്മളോട് കളിക്കാൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സമയം വേണ്ട. ഞങ്ങളൊക്കെ വീട്ടിലിങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ കൂടുമ്പോൾ എന്തൊക്കെ കളികളാണ് കളിക്കുക? നമ്മൾ ലുഡോ കളിക്കും, പാമ്പും കോണിയും കളിക്കും, ചീട്ട് കളിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ആഘോഷിക്കുക. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയുള്ള അരിയലും കാര്യങ്ങളൊക്കെ ആയി. പെങ്ങളും മരുമക്കളും പെങ്ങളെ മക്കളൊക്കെ അപ്പോഴത്തെ ഫുഡൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും ഒന്നിച്ചിരുന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ആക്കിയത്. നല്ല വറുത്തരച്ച ചിക്കൻ കറിയും നെയ്ച്ചോറും. എൻ്റെ പെങ്ങൾ സ്മിത നന്നായിട്ട് നെയ്ച്ചോറ് വെക്കും, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് വിജയേട്ടൻ പറഞ്ഞാൽ സ്മിത വന്നിട്ടാകുമ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ വന്നപ്പോൾ നെയ്ച്ചോറ് വെപ്പിച്ചതാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റിനേക്കാളും കൂടെ എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഭയങ്കര ഒരു
രസമാണ് എല്ലാവരും ഫാമിലി എല്ലാവരും കൂടി കൂടുമ്പോൾ. എന്നാലും എല്ലാവരും കൂടിയില്ല കേട്ടോ, മൂത്ത ചേച്ചിയൊന്നും എത്തിയിട്ടില്ല. ഇളയാളും മക്കളും താഴത്തവരും ഇളയമ്മേൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ മോളും അങ്ങ് മക്കളും അവരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും എല്ലാവരും കൂടി നമ്മൾ ചെറിയൊരു ആഘോഷ ഫുഡൊക്കെ കഴിച്ചപ്പോൾ നല്ല രസമല്ലേ, മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുടെ വീട്ടിലെല്ലാവരും കൂടി കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ ആഘോഷിക്കും അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങളുടെ വിഷു ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.